ആഗ്രഹം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്നെ വന്ന് കണ്ടാ മതി. അങ്ങനെ ആർക്കും ആഗ്രഹമില്ലെങ്കിൽ ഞാൻ തന്നെ ഒരാളെ തിരഞ്ഞെടുക്കാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു. ബൈ. ഞാൻ പോയിട്ട് വരട്ടെ. ബൈ. ബൈ. എനിക്ക് ലീഡറായിരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മിസ് ആരെയാവും തിരഞ്ഞെടുക്കുക? അത് നോക്ക്, സൂസി മിസ്സിന്റെ അടുത്ത് എന്തോ പറയാൻ പോയിരിക്കുക. അയ്യോ കഷ്ടം തന്നെ, അവളെ തന്നെ സെലക്ട് ചെയ്യാൻ പോന്ന്. ഇനി അവളെ പിടിച്ചാൽ നമുക്ക് കിട്ടില്ല. അതെ, സൂസി ലീഡർ ആയാൽ നമ്മളുടെ ഗതി അതോ ഗതിയാ. നല്ല ഐഡിയ സൂസി, ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. എല്ലാം കൊളായി. എനിക്കിനി ചാൻസ് കിട്ടില്ല. നീ എന്തിനാ വിഷമിക്കുന്നത്? മിസ്സിനെയും ലീഡർ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. ഇതെന്ത് സാധാരണ കാര്യമാണോ? ഇതിന് ബുദ്ധി വേണം. അതെ, ലീനയ്ക്കാണ് ലീഡർ ആവാനുള്ള യോഗ്യത. അതെ അതെ, ലീന ലീഡർ ആയാലേ നമുക്കെല്ലാം നല്ല ജോളിയാ. ലീന, നീ ലീഡർ ആയിക്കോ. തീർച്ചയായും ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യും. എന്നെ വിശ്വസിക്കേ. അതെ, ഞാനും നിന്റെ കൂടെ ആയിരിക്കും. ഞാനും ലീനയുടെ ടീമാ. ബ്രാൻഡോ, ക്ലാസ് കഴിഞ്ഞില്ലേ? വീട്ടിൽ പോകാതെ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാൻ പോവാം ടീച്ചർ. സോറി ടീച്ചർ. വീട്ടിലേക്ക് പോകുന്ന കാര്യം ഞാനും മറന്നു. മായകണ്ണ, നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. നിന്റെ ഫ്രണ്ട്സ് നിന്നെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? പക്ഷേ എല്ലാവരും എന്റെ കൂടെ ഇല്ലല്ലോ. നിന്റെ ടീച്ചർ ആരെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിന് നിനക്കാണ് യോഗ്യത എന്ന് നീ കാണിക്കണം. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് പറയുന്നത്. ഞാൻ കൊടുത്ത ഐസ്ക്രീം കഴിച്ചില്ലേ, നീ എന്നെ സഹായിക്കണം. ശരി ശരി, ഞാൻ ആലോചിച്ച് നോക്കട്ടെ. ഞാൻ എന്തു പറഞ്ഞാലും ആരും അനുസരിക്കുന്നില്ല. വെറുതെ എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കണ്ട. ആരോ ഒരാൾ ക്ലാസ് റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ഒരാൾ ചെയ്ത തെറ്റിന് ക്ലാസ് റൂമിലുള്ള എല്ലാവരും ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു. ഓക്കെ, ഞാൻ തന്നെ ക്ലാസ് ലീഡറിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ എന്നോട് പറഞ്ഞേക്കണം. ഞാൻ ലീഡർ ആവുന്നത് സമ്മതമാണോ മിസ്? ഒരു പക്ഷേ മിസ് വേണ്ടെന്ന് പറഞ്ഞ ഇവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുമല്ലോ. ജെറി, എന്താ ടീച്ചർ? എന്താ ടീച്ചർ, നീ എവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഒന്നുമില്ല ടീച്ചർ, ഞാൻ വെറുതെ ചുമ്മാ. ഞാൻ നിന്നെ ആദ്യം മുതൽക്ക് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. നിന്റെ ഈ പോക്ക് ഒട്ടും ശരിയല്ല. മര്യാദയ്ക്ക് എവിടെ ഇരിക്കുക. ശരി കുട്ടികളെ, ഇനി ക്ലാസ് ലീഡർ ആരാണെന്ന് ഞാൻ തന്നെ തീരുമാനിക്കാൻ പോവാ. ഇപ്പോഴാണ് അവളെ സഹായിക്കേണ്ടത്. അക്കുത്തിക്കുത്താനി വരും കുത്തേ, മായ കണ്ണാൽ ഇപ്പോൾ ഒരു മാജിക് കാണിക്കാം. ശരി, അതാരാണെന്നോ ഇപ്പൊ ഞാൻ പറയാം. ഇനി ക്ലാസ് ലീഡർ ആയിരിക്കാൻ പോകുന്നത് അത് ലീനയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. സാരമില്ല ലീനെ, ലീനയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. ഓക്കെ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നീ നല്ല ഭാഗ്യമുള്ളല്ലോ ലീന. നിന്നെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് ബഹുമാനം തോന്നുന്നു. ഞാൻ ഇത് പ്രതീക്ഷിച്ചതേയില്ല. ലീനെ, ഞാൻ വീട്ടിലേക്ക് പോവാ. നീ ഇവിടെ നിന്ന് ക്ലാസ് റൂം ഒക്കെ വൃത്തിയാക്കിയിട്ട് വാ കേട്ടോ. നീയല്ലേ ക്ലാസ് ലീഡർ, നീ അല്ലാതെ പിന്നെ ആരാ വൃത്തിയാക്ക? ഞാൻ വേഗം വീട്ടിലേക്ക് പോയി എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ കാണാൻ പോവാ. ബൈ. ക്ലാസ് മുഴുവനും വൃത്തികേടായിരിക്കുന്നു, അത് വൃത്തിയാക്കണ്ടേ? അതിന് നിന്റെ കൂട്ടുകാരികളൊക്കെ വിളിച്ചോക്ക്. ശരി, പക്ഷേ ഹേയ് ബ്രാൻഡു, വേഗം വാ, നമുക്ക് പോവാം. നമുക്ക് 4 പേർക്ക് ചേർന്ന് ക്ലാസ് റൂം വൃത്തിയാക്കാം. എല്ലാവരും എന്നെ വിട്ടിട്ട് പോവരുത്. കണ്ടോ, ആരും എന്നെ സഹായിക്കാൻ തയ്യാറല്ല. പറഞ്ഞില്ലേ, ഇപ്പൊ നല്ലോണം സഹിച്ചോ. മിണ്ടാതിരിക്കുക, എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. എന്താ എല്ലാരും തിരിച്ചു വന്നിരിക്കുന്നേ? നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം? നീയാണ് ഈ റോക്ക് ക്ലീൻ ചെയ്യുന്നത്. ഞാനോ? നീയാണ് രണ്ടാമത്തെ റോക്ക് ക്ലീൻ ചെയ്യേണ്ടത്. സൂസി, നീ എന്തിനാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? ചോദ്യം ചോദിക്കാതെ ഞാൻ പറഞ്ഞത് ചെയ്താ മതി. നീ പറയുന്ന ഞങ്ങൾക്കൊക്കെ എന്താ തലയെടുത്താ? ക്ലാസ് റൂം വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. മനസ്സിലെന്താ വിചാരോ?
സംസാരം കുറച്ച് ജോലി ചെയ്. ലീന, നീയാണ് ചവറുകളൊക്കെ എടുത്ത് ചവറ്റ് കുട്ടയിൽ ഇടേണ്ടത്. ആ, ഞാനിതിനൊക്കെ ചെയ്യണം. എന്നെ കൊണ്ട് പറ്റില്ല. സൂസി ഇങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അതെ, നമ്മളോട് അടിമകളെ പോലെയല്ലേ പെരുമാറിയത്. അതെ, നമ്മളൊക്കെ അവര് പറഞ്ഞപ്പോ. എന്തു പറ്റി ലീന? നീ എന്തിനാ ഓടുന്ന്? നമ്മളെല്ലാരും ഒരു കാര്യം മറന്നു. ലീനയല്ലേ നമ്മളുടെ ക്ലാസ് ലീഡർ? നമ്മൾ അവള് പറഞ്ഞത് കേട്ടതേ ഇല്ല. അതെ, നമ്മളൊക്കെ സൂസി പറഞ്ഞ പോലെയാ ചെയ്തത്. എനിക്ക് ക്ലാസ് ലീഡർ ആവാനുള്ള യോഗ്യതയില്ല. അതിന് ധൈര്യവും ആത്മവിശ്വാസവും വേണം.